നമ്മൾ ഫ്രാക്ഷൻ ആൻഡ് ഡിസ്ക്യൂസ് ചാപ്റ്റർ 1 ഗ്രേഡ് 8ന്റെ ബാക്കിത്തെ പോർഷൻ ആണ് എടുക്കുന്നത്. അതിൽ എക്സാമ്പിൾ 6. Kishanal recently opened a garment shop. He aims to achieve a daily sales at least 5,000 rupees. അയാൾ ഒരു ഗാർമെന്റ് ഷോപ്പ് തുടങ്ങി. അയാളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കുറഞ്ഞത് 5,000 റുപ്പീസ് എങ്കിലും ഡെയിലി സെയിൽ ഉണ്ടാവണം എന്നാണ്. ദ സെയിൽ ഓൺ ഫസ്റ്റ് 2 days. ആദ്യത്തെ ദിവസത്തിൽ അയാൾക്ക് കിട്ടിയത് 2,000 റുപ്പീസും രണ്ടാമത്തെ ദിവസം അയാൾക്ക് കിട്ടിയത് 3,500 റുപ്പീസുമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഹിസ് ടാർഗറ്റ് ഡിഡ് ഹി അച്ചീവ്? അയാൾ അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും അച്ചീവ് ചെയ്തത്? ഓരോ തവണത്തെയും പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഗിവൺ എമൗണ്ട് ഇപ്പൊ ഡേ 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഡേ 1 അയാൾ എത്ര അച്ചീവ് ചെയ്തു നോക്കുക. ഡേ 1 അയാൾ അച്ചീവ് ചെയ്തത് 2,000 ആണ്. അയാൾക്ക് ശരിക്കും എത്ര അച്ചീവ് ചെയ്യേണ്ടത്? അയാളുടെ ഉദ്ദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 5,000 എങ്കിലും അച്ചീവ് ചെയ്യണം. അതിൽ കൂടുതൽ പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലാഭം കിട്ടുന്നതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പൊ അയാളുടെ ഉദ്ദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 5,000 എങ്കിലും കിട്ടണം. അപ്പൊ ഡേ 1 ഇത്രേ കിട്ടിയുള്ളൂ. അപ്പൊ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 100 ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സീറോസ് കട്ട് ചെയ്യും. ഇതിലെ സീറോസ് കട്ട് ചെയ്തു, ഇതിലെ സീറോസ് കട്ട് ചെയ്തു. അപ്പൊ 200/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 40%. അപ്പൊ ഡേ 1 അയാൾക്ക് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ? 40% അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി ഡേ 2 കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ ചെയ്യണം. ഡേ 2 അയാൾക്ക് എത്ര രൂപ കിട്ടിയത്? 3,500 കിട്ടിയത്. അപ്പൊ ഡേ 2 കണ്ടുപിടിക്കാനായിട്ട് 3,500 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 5,000 ചെയ്യണം. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഇൻറ്റു 100%. അപ്പൊ ഡേ 2 പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ 2 സീറോസ് കട്ട് ചെയ്യുക, ഒരു സീറോയും കട്ട് ചെയ്യുക. പിന്നെ 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 കിട്ടും. ഇപ്പൊ ഡേ 2 അയാൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടണത്? 70% ആണ് അയാൾ അച്ചീവ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് in next 2 days he made 5,000 and 6,000 respectively. അപ്പൊ ഡേ 3 അയാൾക്ക് 5,000, ഡേ 4 ഇത് ഡേ 3 ഇത് ഡേ 4 6,000 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പെർസെൻറ്റേജും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ ഡേ 3 പെർസെൻറ്റേജ്, ഡേ 3 എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അയാൾക്ക് കിട്ടിയ എമൗണ്ട് ഡിവൈഡഡ് ബൈ അയാൾക്ക് ഉദ്ദേശിച്ച എമൗണ്ട് ഇൻറ്റു 100%. ശരിക്കും ഇവിടെ 5,000 ക്യാൻസൽ ആയി പോയിട്ട് അയാൾക്ക് എന്ത് കിട്ടും? 100%. അയാൾ എത്രയാണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചത് അത്രയും എമൗണ്ട് അയാൾക്ക് കിട്ടി. അപ്പൊ 100% ആണ് അയാൾക്ക് കിട്ടിയ പെർസെൻറ്റേജ്. ഇനി അടുത്തത് ഡേ 4 അയാൾക്ക് എത്രയാണ് കിട്ടിയേക്കണത്? 6,000 ആണ്. അയാൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ചതിനേക്കാളും 1,000 റുപ്പീസ് കൂടുതൽ കിട്ടി. അപ്പം അയാൾക്കുടെ ഗിവൺ എമൗണ്ട്, അയാൾക്ക് കിട്ടിയ എമൗണ്ട് ഡിവൈഡഡ് ബൈ അയാൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച എമൗണ്ട് ഇൻറ്റു 100% ചെയ്യാം. അതിലും ഇതുപോലെ തന്നെ 3 സീറോസ് ക്യാൻസൽ ചെയ്യുക. അപ്പൊ 600 ഡിവൈഡഡ് ബൈ 15 ആയിരിക്കും തന്നെ. 600 ഡിവൈഡഡ് ബൈ 5 എന്നായിരിക്കും തന്നെ. 600/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 120%. അപ്പൊ അയാൾക്ക് 20% എക്സ്ട്രാ കിട്ടി. 100%ൽ നിന്നും ഒരു 20% കൂടി കൂടുതൽ കിട്ടി. This means that he achieved 120% of his target. That is 20% more than his target. അയാൾ എന്തോരമാണോ ഉദ്ദേശിച്ച ആ പെർസെൻറ്റേജിനേക്കാളും 20% കൂടി അയാൾക്ക് കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റി ഡേ 4. ഇനി അടുത്തത് വെച്ചേക്കുന്നത് ഡേ 5 ഡേ 6 സെയിൽ എന്ന് പറയുന്നത് 7,800 9,550 ആണ്. അങ്ങനെയാണെങ്കിൽ അന്നേരത്തെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പൊ ഡേ 5 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 7,800 ഡിവൈഡഡ് ബൈ 5,000 ഇൻറ്റു 100%. ഇവിടുത്തെ 2 സീറോസ് വെട്ടിക്കളഞ്ഞു, ഒരു സീറോയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. അപ്പൊ 780 ഡിവൈഡഡ് ബൈ 5. 780 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 156%. അപ്പൊ ഡേ 5 അയാൾക്ക് 156% അച്ചീവ് ചെയ്യാൻ പറ്റി, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇനി ഡേ 6 കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ഡേ 6 അയാൾക്ക് കിട്ടിയത് 9,550 ആണ്. അത് ഡിവൈഡഡ് ബൈ 5,000 ഇൻറ്റു 100%. ഇതിൽ എന്ത് ചെയ്യാം? സീറോയും വിട്ട് വീണ്ടും സീറോയും ക്യാൻസൽ ചെയ്യുക. ഇവിടുത്തെ സീറോയും ക്യാൻസൽ ചെയ്യാം. അപ്പൊ 955/5 എന്നാണ് വന്നത്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 191%. ഡേ 6 ഒത്തിരി രൂപ കിട്ടി. കിട്ടിയപ്പോൾ ഏകദേശം 2 ഇരട്ടിയോളം അടുത്ത് കിട്ടാറായി. അപ്പൊ 191% ആണ് അയാൾക്ക് കിട്ടിയത്.
ഇനി ഡേ 7 പറഞ്ഞിരിക്കുന്നത് ഹി റീച്ച്ഡ് 150% ഓഫ് ഹിസ് ടാർഗറ്റ്. 150% അച്ചീവ് ചെയ്തു. ഇവിടെ നമുക്ക് 7,800 ആയിരുന്നപ്പോൾ 156. അപ്പോൾ 7,800-നേക്കാൾ കുറവായിരിക്കും 150% എന്ന് പറയുന്നത്. ഡേ 8 210% അച്ചീവ് ചെയ്തു. അപ്പം 200 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ 5,000-ന്റെ 2 ടൈംസ് ആണ് അതിന്. അപ്പം 10,000-ന് മുകളിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സെയിൽസ് മെയ്ഡ് ഓൺ ദീസ് ഡേ. ഈ ഡേയ്സിൽ കിട്ടിയിരിക്കുന്ന സെയിൽസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഗിവൺ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഡേ 7 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 150% ഓഫ് ഹിസ് ടാർജറ്റ് എന്ന് പറഞ്ഞേക്കണേ. ടാർജറ്റ് അയാൾക്കുടെ എത്രയായിരുന്നു? 5,000 ആയിരുന്നു. അപ്പം അതെന്ന് പറയുമ്പോൾ 150 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 5,000. ഇതിലെ സീറോസ് അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇവിടുത്തെ 2 സീറോയും ഇവിടുത്തെ 2 സീറോയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ വരുന്നത് 150 ഇൻറ്റു 50. 2 സീറോസ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 5 25. അപ്പോൾ 7,500. അപ്പോൾ ഡേ 7 അയാൾക്ക് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റി? 7,500 അച്ചീവ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഡേ 8 210% എന്ന് പറയുമ്പോൾ എത്രയാണ്? ഡേ 8 210% ഓഫ് ഹിസ് ടാർജറ്റ്. അയാളുടെ ടാർജറ്റ് എന്ന് പറയുമ്പോൾ 5,000. ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 210/100 ഇൻറ്റു 5,000. ഇതിലെന്ത് ചെയ്യുക? സീറോസ് ക്യാൻസൽ ചെയ്യാം. ഇവിടുത്തെ ഒരു സീറോയും ഒരു സീറോയും കിട്ടി, ഒരു സീറോയും ഒരു സീറോയും കിട്ടി. അപ്പോൾ വരുന്നത് 21 ഇൻറ്റു 500. ഇത് ആൻസർ സോൾവ് ചെയ്യുമ്പോൾ 10,500. 2 ടൈംസ് എന്ന് പറയുമ്പോൾ 200 വരുമ്പോൾ 2 ടൈംസ് ആണ്. 2 ടൈംസ് ടാർജറ്റ് എന്ന് പറയുമ്പോൾ 10,000 ആണ്. അതിനേക്കാളും ഒരു ഇതും കൂടി കൂടുതൽ. അപ്പോൾ അയാൾക്ക് ഡേ 8 കിട്ടിയ റുപ്പീസ് എന്ന് പറയുന്നത് 10,500 ആണ്. ഇതാണ് അയാൾക്കുടെ സെയിൽ എന്ന് പറയുന്നത്. ഡേ 7 7,500 റുപ്പീസും ഡേ 8 10,500 റുപ്പീസും ആണ് അയാൾക്ക് സെയിൽ കിട്ടിയത്. ഇനി കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. മാർക്ക് ദ അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ ഇൻ ദ ഫോളോയിങ് ഡയഗ്രം. ഈ ഡയഗ്രത്തിൽ ഇത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുകയും വേണം. ഫ്രാക്ഷൻ 90% എന്ന് പറയുമ്പോൾ 90/100 വേണമെങ്കിൽ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എഴുതാം. ഇനി ഇതെന്ന് പറയുമ്പോൾ 110/100. 200% എന്ന് പറയുമ്പോൾ 200 ഡിവൈഡഡ് ബൈ 100. 250% എന്ന് പറയുമ്പോൾ 250 ഡിവൈഡഡ് ബൈ 100. 15% എന്ന് പറയുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 100. 173%, that is 173/100. Next one 358/100. Next one 28.9 divided by 100. Next one 305 divided by 100. ഇനി ഇതിന്റെ എല്ലാത്തിനെയും ഡിവൈഡ് 100 ചെയ്യാം. അപ്പം 100-ൽ 2 സീറോസ് ഉള്ള. അപ്പം 2 ഡിജിറ്റ് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ 0.90. ഇവിടെയും 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 1.10 അല്ലെങ്കിൽ 1.1. ഇവിടെ നമുക്ക് 2 സീറോസ് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ 2 ഡിജിറ്റ് ബാക്ക്വേർഡ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 2. ഇവിടെയും 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ 2.50 അല്ലെങ്കിൽ 2.5. ഇവിടെയും 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 0.15. ഇവിടെ 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 1 2 കൗണ്ട് ചെയ്യുമ്പോൾ 1.73. ഇവിടെയും 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ 3.58. 28.9 പോയിന്റ് ഉണ്ട്. പോയിന്റ് 9 നമ്മൾ നോക്കുകയല്ല. 8-ൽ നിന്ന് 2 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് പോകണം. അപ്പോൾ 0.289. 305-ലും 2 ഡിജിറ്റ് ബാക്ക്വേർഡിലേക്ക് പോകുമ്പോൾ 3.05. ഇനി നമുക്കിവിടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഈ ബാറിൽ റെപ്രസെന്റ് ചെയ്യാണ്. ബാറിൽ 90% എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 100-ന്റെ തൊട്ട് പുറകിലായിട്ട്. 110% എന്ന് പറയുമ്പോൾ എന്ത് വരും? 100-ന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു 2 ബാർ ആയിരിക്കും അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതായിരിക്കും 110%. നമ്മൾ ആ ഡോട്ടുകൾ കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഇപ്പം 2 ലൈനാണ് 10 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 200% എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇവിടെ തന്നെയാണ് വന്നത്. 250% എന്ന് പറയുമ്പോൾ ഇതിന്റെ കറക്റ്റ് നടുക്കായിട്ട്, ഈ രണ്ടിന്റെ നടുക്കായിട്ടായിരിക്കും 250% വന്നത്. ഇനി 15% എന്ന് പറയുമ്പോൾ ഇതിനോട് ചേർന്ന് ഈ 0 കഴിഞ്ഞ് 10 കഴിഞ്ഞിട്ട് അപ്പം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഇവിടെയായിട്ട് 15% വരും. പിന്നെ 173 എന്ന് പറയുമ്പോൾ കറക്റ്റ് നടുക്ക് വരുമ്പോൾ 150 ആണ് തന്നെ. 150 കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കൊരു 173% മാർക്ക് ചെയ്യാം.
358 എന്ന് പറയുമ്പോൾ 300നെ 400ന്റെ നടുക്കുന്ന കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് ഇത് 358%. ഇനി 28.9 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് 15 കിട്ടിയേക്കണം. അപ്പോൾ 50 കഴിഞ്ഞ് കുറച്ചും കൂടി നീങ്ങിയിട്ടായിരിക്കും വന്നത്. എന്നാൽ നടുക്കുമല്ലാതെ നടുക്കെന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 28.9% കൊടുക്കാം. 305 എന്ന് പറയുമ്പോൾ 300 കഴിഞ്ഞ് അടുത്ത ലൈൻ, അടുത്ത ബാർ 310 ആണ്, 2 ലൈൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 305%. അത് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇനി 7th ക്വസ്റ്റ്യൻ. എ ഫാമർ ഹാർവെസ്റ്റഡ് 260 kg ഓഫ് വീറ്റ് ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർക്ക് അയാൾക്ക് ഫാമറിന് 260 kg വീറ്റ് കിട്ടി. പക്ഷെ ഈ ഇയർ അയാൾക്ക് കൂടുതൽ കിട്ടി, 650 kg ഓഫ് വീറ്റ് കിട്ടി. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. മിക്കപ്പോഴും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നന്നായിട്ട് പഠിക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ലാസ്റ്റ് ഇയേഴ്സ് ഹാർവെസ്റ്റ് ഈസ് ദിസ് ഇയർ ഹാർവെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഈ വർഷത്തെ ഹാർവെസ്റ്റ് നമ്മൾ ഒറിജിനൽ എമൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ എമൗണ്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ ഹാർവെസ്റ്റ് ആണ് ഒറിജിനൽ എമൗണ്ട്. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് 650. ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഒറിജിനൽ എന്ന് പറയുമ്പോൾ 260. വാട്ട് പെർസെൻറ്റേജ് എന്നല്ലേ ചോദിച്ചേക്കണേ. അപ്പോൾ ഇൻറ്റു 100%. ഇവിടുത്തെ 0 ഇവിടുത്തെ 0 ക്യാൻസൽ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 65 × 100 എന്ന് പറയുമ്പോൾ 6500 ഡിവൈഡഡ് ബൈ 26 ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും, 250% എന്ന് കിട്ടും. 250%. അപ്പം കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് ഈ വർഷം അയാൾക്ക് 2.5 ഇരട്ടി കൂടുതൽ ഹാർവെസ്റ്റ് ആണ് കിട്ടിയത്. കഴിഞ്ഞ തവണ 260 ആയിരുന്നു. 260യുടെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ചെയ്തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് 528. 520നേക്കാളും കൂടുതലാണ്. അപ്പോൾ 2.5 ഇരട്ടി കിട്ടി. 2.5%. 2.5 ടൈംസ് ആണ് കിട്ടുന്നത്. 250% ഓഫ് ലാസ്റ്റ് ഇയറിനേക്കാളും 2.5 ഇരട്ടി അയാൾക്ക് കൂടുതൽ കിട്ടി. അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഫിഗർ ഇറ്റ് ഔട്ട് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടേക്കാം. പിന്നെ ഗ്രേഡ് 7ന്റെ വീഡിയോയും പാർട്ട് 2ന്റെ ഇട്ടിട്ടുണ്ട്. ക്ലാസ് 10ന്റെ ഇട്ടിട്ടുണ്ട്. ക്ലാസ് 9ന്റെ താമസിയാതെ ടെസ്റ്റ് കിട്ടുന്നതനുസരിച്ച് ഇടാം. എല്ലാവരും വാച്ച് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഓരോരോ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു.